പിന്നെ പലരും പറയും പുഴമണലൊക്കെ പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മെയിൻ്റെനൻസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ എനിക്കിതുവരെ ഒന്നും 6 മാസമായി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പ്ലാന്റ്സ് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ട്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റായിട്ട് പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്തതിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത പ്ലാന്റ് അക്വേറിയം ഇത്. ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഈ അക്വേറിയം പരിചിതമായിരിക്കും. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് പുഴമണലിലാണ്. വലിയ ബഡ്ജറ്റായൊന്നും ആയിട്ടില്ല അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാന്റിനെ കുറിച്ചായാലും ഇത് നമ്മൾ സെറ്റ് ചെയ്തതിനെ കുറിച്ചായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഫിൽറ്ററിനെ കുറിച്ച് മാത്രം ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഫിൽറ്ററിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺസെൻട്രി ഫിൽറ്ററാണ്. അപ്പോൾ എന്തായാലും ഇത് ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ പ്ലാന്റ് അക്വേറിയത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, ഇത് സെറ്റ് ചെയ്യുന്നതും ഓരോരോ ലൈറ്റിംഗ് ഉൾപ്പെടെ എല്ലാം ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു പ്ലെയിൻ ലിസ്റ്റ് അതിനായിട്ട് ഇട്ടിട്ടുണ്ട്, പ്ലാന്റ് അക്വേറിയം എന്ന് പറഞ്ഞിട്ട്. ആ പ്ലെയിൻ ലിസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ ഡൗട്ടും മാറി കിട്ടും. എന്നിട്ട് മാറാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫിൽറ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന അക്വേറിയത്തിൻ്റെ പാർട്ടൊന്നുമല്ല, അത് ഞാൻ ഉണ്ടാക്കിയ ഒരു മോസ്കിറ്റോ ട്രാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇറങ്ങുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ ഫിൽറ്റർ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ഫിൽറ്റർ അടിക്കാൻ മുമ്പ് ഇതിനകത്തൊരു ചെറിയ ബേസൺ എടുത്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഫിൽറ്ററിനകത്തെ വെള്ളം മൊത്തം ഇവിടെ വീഴും. ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണിത്. എൻ്റെ ഒരു പ്ലാറ്റി മരിച്ചു പോയിരിക്കുന്നു ഗൈസ്. കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നുണ്ട് മരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എടുത്ത് കളയാം. ഇതെന്തോ അറ്റാക്ക് ഏതാണ്ടാന്ന് തോന്നുന്നു. ഫിഷ് അങ്ങോട്ട് കുത്തിപ്പറിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ ബാക്കി പ്ലാന്റ്സ് എല്ലാം 2 ദിവസം മുമ്പേ കോതി കളഞ്ഞായിരുന്നു. അതാ ഇപ്പം മണ്ടയ്ക്കൊന്നും ഒത്തിരി തിക്കായിട്ട് കാണാത്തെ. അപ്പോൾ ഇത് കോതി മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫിൽറ്റർ അഴിക്കാം. ഫിൽറ്റർ അഴിക്കുന്നതിന് മുമ്പ് അത് ഓഫ് ആക്കണം. ഞാൻ അതങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മളതിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിൽറ്റർ ഓഫാക്കി. ഇനി നമുക്കിത് പൊക്കിയെടുക്കാം. ചെടിയുടെ ഇലയൊക്കെ ഓക്കെ. ഫിൽറ്ററിന് 2 കണ്ടെയ്നറാണ് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ടായി കഴിഞ്ഞാൽ ഈ 2 ക്ലിപ്പും അങ്ങ് വിട്ട് പോരും. ഇതിൻ്റെ ഫാനിലൊന്നും വലിയ അഴുക്കില്ല, അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് പോയിട്ട് വെക്കാം. നമുക്ക് ഈ കണ്ടെയ്നർ 2ആയിട്ട് പൊളിച്ചെടുക്കാം. അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇത് വെളിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാം. ഞാനങ്ങനെ പൈപ്പിൻ്റെ മൂട്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ അടിവശം തുറക്കാനായിട്ട് വേണ്ടി ഇതെന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ട് ഒരു താക്കോലം എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ നായി കഴിഞ്ഞെങ്കിൽ തുറന്നു പോരും. 2 സൈഡും ഒരു ചെറിയ ക്ലിപ്പുണ്ട്. ഇതാണ് ഏറ്റവും അടിയിലത്തെ കണ്ടെയ്നർ. അപ്പോൾ അതിനകത്ത് ഞാൻ 2-നകത്തും വെച്ചേക്കുന്നത് സ്പോഞ്ചാണ്. അതിനകത്ത് അഴുക്ക് കണ്ടോ? ഈയോ, എന്തോ അഴുക്കുണ്ടോ നോക്കി. ഇതിനകത്തൊന്നും വലിച്ചെടുക്കാം. ശരിക്കും അഴുക്കുണ്ട്. ഇനി നമുക്ക് ഈ ബ്രഷ് എടുത്തിട്ട്, നമുക്കൊരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം ഇങ്ങനെ സോപ്പ് പവറെല്ലാം ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടെയ്നറെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സ്പോഞ്ച്. ഓക്കെ, ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന 2 ടൈപ്പ് സ്പോഞ്ചാണ്. അപ്പോൾ ഈ മെഷീൻ്റെ കൂടെ വന്നത് ഇതേലത്തെ ഒരു സ്പോഞ്ച് തന്നെ, ഇച്ചിരി കനം കൂടിയ സ്പോഞ്ച്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ വാച്ചിൻ്റെ കൂടെ കിട്ടിയൊരു ചെറിയ ഇത്രയും സുഷിര കുറഞ്ഞൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഫിൽട്രേഷൻ കൂടുതലായിരിക്കും. എന്തായാലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അവസാനത്തെ ബോട്ടം കവർ ഇട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്ലിപ്പിനകത്തോട്ട് തിരിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടറിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെട്ട് കണ്ടോ നിങ്ങൾ? ഈ വെട്ടും ഈ ഒരു മോട്ടറിൽ ഇമ്പല്ലറിലൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് മേലോട്ട് ജസ്റ്റ് കയറ്റി കൊടുത്താൽ അപ്പോൾ തന്നെ ലോക്ക് ആയിക്കോളും. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഇമ്പല്ലർ ഈ വട്ടം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് ഞാൻ അത് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് കൊണ്ടുപോകുക, പ്രസ് ചെയ്യുക, താഴോട്ട് ഇറക്കി വെക്കുക. പിന്നെ ഈ മോട്ടറിന് നമ്മുടെ എയർ എടുക്കുന്നൊരു കണക്ഷനുണ്ട്. അത് ഞാൻ തൽക്കാലം ഊരിട്ടേക്ക്. ഈ ഫിഷിനൊന്നും എയറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഫിഷിനൊക്കെ ഇടുന്നതാണെങ്കിൽ നമുക്ക് ഇതുവഴി ഒരു എയർ പൈപ്പ് നമുക്ക് വെള്ളിട്ടിട്ട് എയർ എടുക്കാൻ പറ്റും. നമ്മുടെ അക്വേറിയത്തിന് മറ്റൊരു ഫിൽറ്റർ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അക്വേറിയത്തിൻ്റെ അളവ് വെച്ച് ഞാനത് പറഞ്ഞുതരാം. ഈ അക്വേറിയം ഒരു 2 ഫീറ്റ് അക്വേറിയമാണ്. ഇതിനകത്ത് 64 ലിറ്റർ വെള്ളം കൊള്ളും. 64 ലിറ്റർ വെള്ളം കൊള്ളുമ്പോൾ അക്വേറിയത്തിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ ഒരു 5-6 തവണയെങ്കിലും നമ്മുടെ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന വെള്ളത്തെ മുഴുവൻ അത് സൈക്കിൾ ചെയ്യിക്കാനുള്ള പവർ നമ്മുടെ ഈ ഫിൽറ്ററിന് വേണം. അതാണ് കണക്ക്. എൻ്റെ ഈ അക്വേറിയത്തിനകത്ത് 64 ലിറ്റർ വെള്ളം കൊള്ളുമ്പോൾ 4 × 6 തന്നെ എടുക്കാം. 6 എടുക്കുമ്പം 384 ലിറ്റർ പെർ ഹവറെങ്കിലും പെർഫോമൻസ് ചെയ്യുന്നൊരു മോട്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എൻ്റെ ഇരിക്കുന്ന ഈ ഫിൽറ്ററിനകത്ത് 1 മണിക്കൂറിൽ 500 ലിറ്റർ വെള്ളം സർക്കുലേറ്റ് ചെയ്യിക്കും. പമ്പ് തന്നെ ധാരാളം. ഒരിക്കലും എത്ര കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയരുത്.
പ്ലാന്റ് അക്വേറിയത്തിൽ ഒത്തിരി പവറുള്ള ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇളകിക്കളയും, വേരോടെ ഇളകിക്കളയും. അപ്പം ഈ പ്ലാന്റ് പിടിക്കുന്ന സമയമെങ്കിലും നമ്മൾ ഈ ഫിൽറ്റർ ഒന്ന് ഒഴിവാക്കണം. കാരണം പ്ലാന്റ് അതൊന്ന് വേര് പിടിച്ചിട്ട് ഫിൽറ്റർ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനും അങ്ങനെയാണ് ചെയ്തത്. പ്ലാന്റിൽ അത്യാവശ്യം സെറ്റായി കഴിഞ്ഞാണ് ഈ ഫിൽറ്റർ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഫിൽറ്റർ കുറച്ച് നേരം ഓണാക്കിയിടും, അത് പിന്നെ ഓഫ് ആക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഫിൽറ്റർ ഒരു ബയോളജിക്കൽ ഫിൽറ്ററായിട്ടാണ് കമ്പനി പറയുന്നത്, പക്ഷേ ഞാനതൊരു മെക്കാനിക്കൽ ഫിൽറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ 2 കണ്ടെയ്നറിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ സ്പോഞ്ച് തന്നെയാണ്. പിന്നെ ഒരു സ്പോഞ്ച് ശാലം വലിപ്പം കൂടുതലും, ഒരെണ്ണം ഇച്ചിരി വലിപ്പം കുറവാണെന്നേ ഉള്ളൂ. ഞാനപ്പോൾ വലിപ്പം കുറഞ്ഞ സ്പോഞ്ച് എടുത്തത് നമ്മുടെ ഈ വാച്ചൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമല്ലോ, അപ്പോൾ അതിനകത്തു നിന്നാണ് ഞാൻ വലിപ്പം കുറഞ്ഞ സ്പോഞ്ച് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് വേണേൽ നമുക്ക് ബയോളജിക്കൽ ഫിൽറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിനകത്ത് സെറാമിക് റിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണേൽ ബയോളജിക്കൽ ഫിൽറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനകത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെക്കാനിക്കൽ ഫിൽറ്ററായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ഈ സെറാമിക് റിങ്സ് ഒക്കെ തന്നെ വേണമെന്നില്ല. ഈ അങ്ങനെയുള്ള ബാക്ടീരിയസ് എല്ലാം, നമുക്ക് വേണ്ട ബാക്ടീരിയസ് എല്ലാം കോളനിയുള്ള സ്ഥലം നമ്മുടെ ഈ ടാങ്കിനകത്തുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനകത്ത് തന്നെ കോളനൈസേഷൻ ചെയ്യണമെന്നില്ല. നമുക്കിതിനകത്ത് ഇഷ്ടംമാതിരി സർഫസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയാലും ഇങ്ങനെയുള്ള നമുക്ക് വേണ്ട ബാക്ടീരിയസ് കോളനൈസ് ചെയ്യും. അപ്പോൾ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അക്വേറിയമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൽഗ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ അക്വേറിയത്തിന് പറ്റിയ ഫിൽറ്റർ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്വേറിയത്തിൻ്റെ ഡയമെൻഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അക്വേറിയം ഫിൽറ്റർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫിൽറ്ററിന് വളരെ നോയ്സും വളരെ കുറവാണ്. നമുക്ക് ഈ സൗണ്ട് ഒരു ചെറിയൊരു മൂളക്കം മാത്രമേ ഉള്ളൂ. അതും ഈ അക്വേറിയത്തിൻ്റെ കീഴിൽ വന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. വൈബ്രേഷനും കുറവുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയാണ്. ഇതിനെ ഇരിക്കാൻ നല്ലൊരു ഏരിയ വേണം. അതായത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ഡ്രോബാക്ക്. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് കണക്ക് ലോ ബഡ്ജറ്റ് പ്ലാന്റ് അക്വേറിയം പണിയുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഫിൽറ്ററിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണക്കൊരു ചെറിയ ഫിൽറ്റർ ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ പലരും പറയും പുഴമണലൊക്കെ പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മെയിൻ്റെനൻസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ എനിക്കിതുവരെ ഒന്നും 6 മാസമായി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പ്ലാന്റ്സ് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ട്. ഇത് കണക്ക് 2 മാസം കൂടിയിരിക്കുമ്പോഴാണ് ഇന്ന് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്തത്. പിന്നെ ഈ ചെടിയെന്ന് വളരുമ്പം കട്ട് ചെയ്ത് കളയും. അല്ലാതെ എനിക്കിതുവരെ ആൽഗ ഇഷ്യൂ ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ പ്ലാന്റ് അക്വേറിയത്തിനെ പറ്റിയുള്ള എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒരു പ്ലെയിൻ ലിസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തൊട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലെയിൻ ലിസ്റ്റ് എടുത്ത് ഒന്നേന്ന് കണ്ടു തുടങ്ങിയത്. അതിനകത്ത് ഫുൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഐഡിയ മനസ്സിലാവും. ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ ഏകദേശം അക്വേറിയത്തിൻ്റെ പ്രൈസ് ഒഴിച്ച് ഏകദേശം ഒരു 2500 രൂപ കണ്ടായിട്ടുള്ളൂ മൊത്തം സെറ്റ് ചെയ്ത് വന്നേക്കുന്നതിന്. അല്ലാതെ ഇതിനകത്ത് വലുതായിട്ടൊന്നും ഞാൻ മുതൽ മുടക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ദയവായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.